ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. സിറ്റുവേഷൻ ഇതാണ്: നിങ്ങൾ ഒരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ അടിയായി, വഴക്കായി, ഇപ്പം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടും ജസ്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. മീൻസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് റിപ്ലൈ തരും, അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് സംസാരിക്കും, പിന്നെ കട്ട് ചെയ്യും. നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരികയാണ് ആ വ്യക്തി പൂർണ്ണമായിട്ട് മൂവ് ഓൺ ആവാൻ പോവുകയാണ്, ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നെ വേണ്ട എന്നുള്ളത്, എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തി പഴയ രൂപത്തിലോട്ട്, റിലേഷൻഷിപ്പിലോട്ട് തന്നെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നിങ്ങളുടെ സിറ്റുവേഷൻ ഇതല്ലെങ്കിൽ വേറെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അഥവാ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിർത്തുക. കംപ്ലീറ്റ്ലി നിങ്ങൾ അവരെ ചേസ് ചെയ്യാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, വിളിക്കാതിരിക്കുക, അവരുടെ ഫോട്ടോസിന് ലൈക്ക് കൊടുക്കാതിരിക്കുക, അവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടാതിരിക്കുക. നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ മാത്രം ഇടുക. അവരെ കാണിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സങ്കടത്തിലാണെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇതൊന്നും ഇടാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ഒരു രീതിയിലും അവരെ ചേസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവും ഒരു മെസ്സേജ് ഇടാൻ, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഒന്ന് പോയി നോക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ സ്റ്റാറ്റസ് എന്താണ് ഇട്ടിട്ടുള്ളത്, അല്ലേ? അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ നമ്മൾ കുറച്ച് ദിവസത്തേക്കൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 100% ആണ്. ആ വ്യക്തി നമ്മളെ ഇങ്ങോട്ട് ചേസ് ചെയ്യും, നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് വരും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ കോണ്ടാക്ട് ചെയ്യാണ്ടിരുന്ന ചിലപ്പോൾ ആള് പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ഓൺ ആയിട്ട് പോകും, എന്നെ പിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതൊക്കെ വെറുതെയാണ്. ഓൾറെഡി നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരിക്കലും വിട്ടുപോകത്തില്ല. ഈ ഒരു ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. നോ കോണ്ടാക്ട് റൂള് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ദിവസത്തിന് കോണ്ടാക്ട് ചെയ്യേ വെക്കരുത്. അങ്ങനെ വരുന്ന സമയത്ത് അവരിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. എന്തൊക്കെയാണ് അവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ, ഇതറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു 7 കാര്യങ്ങളാണ് അവരുടെ ഉള്ളിൽ നടക്കുന്നത്. ആ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു വരും, നിങ്ങളെ വേണം എന്ന് പറയും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സംഭവിക്കുന്നത് അവർക്കൊരു ഷോക്കിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിന് വേറെ രീതിയിൽ പറയാം, ഒരു സർപ്രൈസ് ആയിരിക്കും. നിങ്ങളങ്ങനെ മെസ്സേജ് അയക്കുന്നത് നിർത്തുന്ന അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് കോളില്ല, മെസ്സേജ് ഇല്ല, ഫുൾ സൈലൻസ്. എന്താ അപ്പുറത്ത് സംഭവിക്കുന്നുള്ളത് ഒന്നും അറിയുന്നില്ല, പ്രഡിക്റ്റബിളേ അല്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു, അല്ലേ? പല രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്, അവർക്കതൊരു സർപ്രൈസ് ആയിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഷോക്കായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും. മറ്റേത് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. നിങ്ങളവിടെ എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ള മെസ്സേജാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോപ്പർ വാല്യൂ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇത് ചെയ്യുക, ആ ഷോക്കിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിയർ ആണ്. അഥവാ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഇനിയിപ്പോൾ ഞാനിങ്ങനെ അവോയ്ഡ് ചെയ്തതുകൊണ്ടാണോ അവന് തീരെ മെസ്സേജ് അയക്കാത്തത്? ഇനി അവനിപ്പോൾ വേറെ ആരെങ്കിലും സെറ്റായിട്ടുണ്ടാവുമോ? അവനാവാം, അവളാകാം, കേട്ടോ. ഈ വീഡിയോ കാണുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനത്തെ തോട്ട്സുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കൂടി ഹെൽപ്ഫുള്ളാണ് ഈ നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലായോ?
നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലുകൾ അവിടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്. അഥവാ എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് പലപ്പോഴും ഫ്രീ ടൈമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ആ സമയത്ത് നമുക്ക് ചുറ്റും ആളുകളില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് മിസ് ചെയ്യും ആ വ്യക്തിയെ അല്ലേ. ആരും നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. ആ വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കും, ഒറ്റക്കാണെന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും, ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുമായിരുന്നു, എനിക്ക് ഈ സമയം വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഡേയ്സ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇപ്പോൾ 2 ദിവസമായി 3 ദിവസമായി നിങ്ങളെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ ഒരു എംപ്റ്റിനെസ് നന്നായിട്ട് ഫീൽ ചെയ്യും അവർക്ക്. എംപ്റ്റിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ശബ്ദം, ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഫീലിലോട്ട് പോകും ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രോസസ്സ് അവരുടെ ഉള്ളിൽ നടക്കുന്നത് ക്യൂരിയോസിറ്റിയാണ്. അവരുടെ ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, എന്തായിരിക്കും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി ആൾ ഭാവിയിൽ ചെയ്യാൻ പോവുക, അവരെ കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള അഡ്രസ്സും ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്തായിരിക്കും ഇപ്പോൾ ആളുടെ മൈൻഡ്, ഇനി തീരെ തിരിച്ചു വരില്ലേ, അങ്ങനെ ഒത്തിരി തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ക്യൂരിയസ് ആയിക്കൊണ്ടിരിക്കും അവരുടെ ഒരു ബ്രെയിൻ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസയറാണ്. അഥവാ അവരെ ആഗ്രഹിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസിനൊന്നും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അത്തരം ഓരോ അവസ്ഥയിലോട്ട് വരും. അപ്പോൾ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളടുത്ത് വേണം, അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിലേ അത് ഓക്കെ ആവത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ദെൻ ഫൈനലി ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യും, ഇനിയിപ്പോൾ ലോകത്ത് ചുറ്റും ആരുണ്ടായിട്ടും കാര്യമില്ല, എനിക്ക് ആ വ്യക്തി ഓക്കെയാണ്, ആ വ്യക്തിക്ക് കുറേ കുറവുകൾ ഉണ്ടായിരിക്കാം, എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, പക്ഷേ എനിക്ക് ആ വ്യക്തി മതി, ആ വ്യക്തി ഉണ്ടെങ്കിലേ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ ആ വ്യക്തിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് നാളെങ്കിലും ശരിക്കും റിയലായിട്ട് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ സംഭവിക്കും നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇപ്പോൾ ബ്രേക്കപ്പ് പറഞ്ഞു പോയി നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് പെട്ടെന്നൊന്നും നിങ്ങൾ കോൾ എടുക്കുകയോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയോ ചെയ്യരുത്. അവരിങ്ങോട്ട് ചേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ക്രേവിങ്സ് നന്നായിട്ട് കൂടി വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തിക്ക് തീരെ നമ്മളില്ലാതെ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൾ എടുത്തിട്ട് സംസാരിക്കുക. അതും ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ സംസാരിച്ചാൽ മതി. പെട്ടെന്ന് പിന്നെ ഒറ്റയടിക്ക് പഴയ രീതിയിലോട്ട് പോവല്ലേ, എന്താ നിൻ്റെ അഭിപ്രായം പറ, ഞാനില്ലാതെ പറ്റില്ലേ, എന്താണ്, അങ്ങനെ പഴയ പോലെ അങ്ങോട്ട് സംസാരിക്കരുത്. പെട്ടെന്ന് നിങ്ങൾ കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ട് സ്ലോലി ചാറ്റ് ചെയ്ത് ഒരു കാഷ്വലായിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ച് അവരിങ്ങോട്ട് വരട്ടെ. നീ എന്താ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങോട്ട് പറയും. അപ്പോൾ നീയും പണ്ടത്തെ പോലെ അല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്ലോലി എന്ത് ചെയ്യാം, പഴയ ട്രാക്കിലോട്ട് അവരായിട്ട് വരട്ടെ. ആ രീതിയിൽ നമ്മളൊരു ഗെയിം ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ചേസ് ചെയ്യും, നമ്മുടെ വാല്യൂ അവർ മനസ്സിലാക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് 100% ഇതിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം സൊല്യൂഷൻസ് ഒക്കെ അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എക്സ്ബാക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് അറ്റൻഡ് ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതിൽ ജോയിൻ ചെയ്യാം. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ നമുക്ക് നല്ല തോട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ തോട്ടാണ് ഏറ്റവും മെയിനായിട്ടുള്ള വില്ലൻ. തോട്ട് തന്നെയാണ് ഏറ്റവും വലിയ മിത്രവും.
നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ നല്ലത് സംഭവിക്കും റിലേഷൻഷിപ്പിൽ, മോശമായി ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് സംഭവിക്കും. അപ്പോൾ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ചിന്തിക്കേണ്ട എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കാനൊക്കെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി പോസിബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ലവ് മാസ്റ്ററിയുടെ ഡീറ്റെയിൽസ് ചോദിക്കാം. എന്നിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ആയിക്കോട്ടെ ആ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രോസസ്സുകളും ടെക്നിക്കുകളും റിസൾട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാനും അത് ജീവിതത്തിൽ അനുഭവിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. വളരെ പവർഫുള്ളാണ്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് സൊല്യൂഷനായിട്ട് പറയുന്നത്. അപ്പം അത് ചെയ്യുക. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്